നമസ്കാരം. എൻ്റെ പുസ്തകമായ കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന പുസ്തകത്തിൻ്റെ പേജ് 3 പരിചയപ്പെടുത്തുകയാണ്. പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകൾ സമന്വയിപ്പിച്ച് ഒരു വില്ലേജിൽ 1 എന്ന നിലവാരത്തിലേക്ക് പുനഃക്രമീകരിക്കുക വഴി നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നമുക്ക് ആധുനികവൽക്കരിക്കാൻ കഴിയുന്നു. ഇത്തരം ആധുനികവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ശാസ്ത്രബോധവും സാമൂഹ്യ ബോധവും പാരിസ്ഥിതിക ബോധവും ലഭിക്കുക വഴി കാലഘട്ടത്തിനൊത്ത ആധുനിക സംവിധാനങ്ങളോടൊത്ത് ഇടപഴകി വളരാനും സാധിക്കുന്നു. അധ്യാപകരായ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള പെരുപ്പം കാണിച്ച് അത് വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ നേട്ടമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസ രീതികൾക്ക് തടസ്സം നിൽക്കുന്നത് ശരിയായ കാര്യമല്ല. സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള മികവിലല്ല നമ്മുടെ സംസ്ഥാനം ഊറ്റം കൊള്ളേണ്ടതെന്നും അതിലെ ഗുണനിലവാരത്തിലാണ് നമ്മുടെ സംസ്ഥാനം ഊറ്റം കൊള്ളേണ്ടതെന്നും ഓരോ കേരളീയനും തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. +2 തലത്തിൽ വിദ്യാർത്ഥികളുടെ അഭിരുചിക്കൊത്തും ഭാവി താല്പര്യങ്ങൾക്കൊത്തും അഡ്മിഷൻ ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും ചില വിഷയങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ മാറി മാറി ആരംഭിക്കേണ്ടതായി വരുന്നു. ഇത്തരം കൂടുതലായി വരുന്ന ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് അടഞ്ഞുകിടക്കുന്നതും ഒഴിഞ്ഞുകിടക്കുന്നതുമായ ക്ലാസ് മുറികൾ ഉപയോഗിക്കുവാൻ മടിക്കരുത്. ഇത്തരം സാഹചര്യത്തിൽ ചില വിഷയങ്ങളിൽ കൂടുതലായി അധ്യാപകരെ ആവശ്യമായി വരിക സ്വാഭാവികം തന്നെയാണ്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുക എന്നതും ഔട്ട്സോഴ്സിംഗ് മേഖലയിൽ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കുക എന്നതുമൊക്കെ മഹാ അപരാധമായി നോക്കിക്കാണുന്ന കേരളീയൻ്റെ സമീപനം മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളെയോ ഔട്ട്സോഴ്സിംഗ് തല സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനെയോ എതിർക്കുകയല്ല വേണ്ടതെന്നും ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കൊത്ത ആധുനിക വിദ്യാഭ്യാസ സാഹചര്യം ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കുക തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന പുസ്തകത്തിൻ്റെ 3-ാം പേജാണ് ഇപ്പോൾ പരിചയപ്പെടുത്താൻ ശ്രമിച്ചത്. നന്ദി. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക.